നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരിക്കും ഭാവനയുടെ സൂര്യയുടെ കുഞ്ഞു തന്നെ ആയിരിക്കും അത്. പിന്നെ എന്തിനാടാ ഇപ്പൊ മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേര് എഴുതി ചേർത്തിരിക്കുന്നത്? അതാ വല്യമ്മ എനിക്ക് മനസ്സിലാവാത്തത്. അതും ഭാവനയോട് അറിഞ്ഞോണ്ട്. സേതു, ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഇതിപ്പോ കൂടുതൽ കുരുക്കിലേക്കാണ് ഈ വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും വല്ലിച്ച? നമ്മളോട് ആരും ഇവരാരും ഒന്നും പറയാറുമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സത്യാവസ്ഥ നമുക്കറിയണ്ടേ? അതെ സേതു, ഭാവനയും കൂടി ചേർന്നാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. അല്ലാതെ വെറും ഒരു മണ്ടത്തരത്തിന് അവള് കൂട്ടു നിൽക്കില്ല. വല്ലിച്ച, ഇത് അവളുടെ ഭാവിയുടെ കാര്യമാണ്. ആ ജയനിർമ്മലെ വിശ്വസിക്കാനേ പറ്റത്തില്ല. അവരെങ്ങനെയൊക്കെ ഭാവനയെ ചതിക്കുമെന്ന് പറയാനേ പറ്റത്തില്ല. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നുള്ള ഭാവന. സൂര്യ ഒരിക്കലും ഭാവനയെ ചതിക്കത്തില്ലെന്ന് അറിയാം. പക്ഷെ മാനസയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ടെന്നല്ല, ഭാഗികമായിട്ട് പോലും എനിക്ക് അവളെ വിശ്വാസമില്ല. അവൾ അജയന്റെ മുമ്പേ ജനിക്കേണ്ടവളാണോ എന്ന് പോലും എനിക്ക് സംശയമാ. കയ്യിലിരിപ്പ് അതാണല്ലോ. വിളിച്ച ഇനിയിപ്പോ എന്താ വേണ്ടേ? നമുക്ക് ഭാവനയോട് തന്നെ ചോദിക്കാം. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ആ, അത് വേണോ വല്ലിച്ച? വേണം. ഇതൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. എന്നാലേ അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാവും. ഭാവനയ്ക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അറിയണമല്ലോ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോവാൻ പപ്പേട്ട. സേതു, നീ വണ്ടിയിലേക്ക് കയറ്. അതേടാ, നീ വാ, കേറ് കേറ്. ജയേ, ഭാവന, ജയേ. ജയേ, ഇതാരൊക്കെയത്? എന്താ മൂന്നുപേരും കൂടി? എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അതെ ജയ്, ചിലതൊക്കെ നമ്മൾ അറിഞ്ഞാ അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യുന്നതല്ലേ നല്ലത്. ഉറപ്പായി അങ്ങനെ തന്നെ വേണം. വാ, നിങ്ങൾ ഇരിക്കും. ആ നിക്കേ. ആദ്യം ഭാവന ഒന്ന് കാണണം, എന്നിട്ടിരിക്കാം. എന്തു പറ്റി? വല്യമ്മേ, ആദ്യം ആന്റിയോട് തന്നെ ഇപ്പൊ ചോദിക്കാം. എന്നിട്ട് മതി ഭാവനയോട്. എന്താ സേതു, എന്താ കാര്യം?